friends, welcome back to Jimol's World. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓർക്കിഡ്സിന് എങ്ങനെ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. ഹോം മെയ്ഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ. സ്റ്റേ ട്യൂൺഡ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായി കിട്ടുന്ന ഈ ഒരു ബനാനയുടെ സ്കിന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ പൂക്കൾ ഒക്ടോബർ മുതൽ വിടർന്നു നിൽക്കുന്നവയാണ്. ഞാൻ ഈ ഫെർട്ടിലൈസർ രീതിയാണ് ഈ ഓർക്കിഡിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് നല്ലൊരു ലൈറ്റ് പിങ്കിൻ്റെ ഓർക്കിഡ് ഫ്ലവർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞു പോയി. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ്, നല്ല ലോങ് ബ്രാഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഇതിന്. ഈ പോട്ടിൽ എഴുതി വച്ചിരിക്കുന്ന ഡേറ്റ് ഇതിന് എന്നാണ് ഇതിൻ്റെ സ്പൈക്ക് ഉണ്ടായി തുടങ്ങിയത് എന്നാണ്. ഇത് പറയുന്നത് 1st of August 2020 ഈ സ്പൈക്ക് ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വളർച്ച പൂർത്തിയാകാനും ഇതിൻ്റെ ഫ്ലവർ പൂർണ്ണമായും ഇടരാനും എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നറിയുവാനാണ് ഞാൻ ആ ഡേറ്റ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ 1st of August ഈ ഫ്ലവർ. അപ്പോൾ February 16 ആണ് ഇന്ന് 2021. സോ ഇപ്പം എത്ര നാളാണ് ഈ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്നത് നോക്കി. August 1 2020 August 1 ഉണ്ടായ ഫ്ലവറാണ്. ഈ ഫ്ലവർ ഇങ്ങനെ വിടർന്നിട്ട് 2-3 മാസമായി. ഇതുവരെ അതിനൊരു കേടും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു 1 മാസം കൂടെ ലാസ്റ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ ഇത് ഏതായാലും ഒരു 4-5 മാസത്തിൽ കൂടുതലായി. ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് ഈ സ്പൈക്ക് ഉണ്ടാകാൻ. ഇന്നും നല്ല ഭംഗിയായിട്ട് വിടർന്ന് നിൽക്കുന്നു. ഇതെൻ്റെ ചെറിയ മിനിയേച്ചർ ഓർക്കിഡാണിത്. ഈ ഓർക്കിഡിൻ്റെ പോട്ടിൽ കാണുന്ന വൈറ്റ് ബീഡ്സ് ഫംഗസ് ഒന്നുമല്ല. ഇത് ഞാൻ എഗ്ഗിൻ്റെ ഷെല്ല് പൗഡർ ആക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നതാണ്. അത് കണ്ടാൽ ഫംഗസ് ആണെന്ന് തോന്നും. ഫംഗസ് അല്ല. ഞാൻ മുട്ടയുടെ തോട് പൊടിച്ച് ഉണക്കി പൊടിച്ചിടുന്നതും ഓർക്കിഡുകൾക്ക് ഒത്തിരിയേറെ നല്ലതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ബനാന നന്നായി കഴുകിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ബനാന നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ പെപ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിരിക്കാം. ഈ പെപ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന ഇത് കൂടുതൽ കാലം പഴുത്തു പോകാതെ അല്ലെങ്കിൽ കേടായി പോകാതെ ഇരിക്കാനും ഈച്ചയൊന്നും വന്ന് ഇത് കേടാക്കാതെ ഇരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പെപ്റ്റിസൈഡുകളായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി കഴുകാം. കഴുകിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പം ബനാന റെഡി ആയിട്ടുണ്ട്. അതിനായി ഞാനൊരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്. ബനാനയുടെ സ്കിൻ എന്തുകൊണ്ടാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബനാനയുടെ സ്കിന്നിൽ ഒത്തിരിയേറെ മിനറൽസ് അടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ബനാനയുടെ സ്കിന്നിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, സോഡിയം, കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, സൾഫർ, സെലേനിയം, കോപ്പർ ആൻഡ് സിങ്ക് എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഇവ കൂടാതെ ബനാനയുടെ സ്കിന്നിൽ വൈറ്റമിൻസ് ആയ A, B1, B2, B3, B6, വൈറ്റമിൻ E ആൻഡ് വൈറ്റമിൻ C എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഈ വെള്ളം ബോയിൽ ആകുന്ന സമയത്ത് നമുക്ക് ഈ ബനാനയുടെ സ്കിൻ റെഡിയാക്കാം. ഇത് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബനാനയുടെ സ്കിൻ കട്ട് ചെയ്ത് സ്മോൾ പീസാക്കാം.
ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ തിളച്ച വെള്ളം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ബനാനയുടെ സ്കിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്കിൻ ഈ വെള്ളം ആറുന്നത് വരെ ഇതിനകത്ത് കിടക്കണം. ഇത് നന്നായി ആറിക്കഴിയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫെർട്ടിലൈസർ ഇപ്പോൾ നല്ല തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കളയാം. ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ കളർ കണ്ടോ, നന്നായിട്ട് മാറിയിട്ടുണ്ട്. ബനാന സ്കിന്നിലെ എല്ലാ ന്യൂട്രിയൻസും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇനി ഈ ഓർക്കിഡിൻ്റെ ചെടി നമ്മൾ ഈ കപ്പിലേക്ക് വിൻ്ററിലാണെങ്കിൽ ഒരു 10 മിനിറ്റ്, അല്ല സമ്മറിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതിനകത്ത് ഇറക്കി വെച്ച് നനയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കറക്റ്റ് നിറഞ്ഞ് ഇരിക്കണം ഇതിൻ്റെ അടിച്ചു വരെ. അപ്പം ഇതിൽ നിന്ന് പൊക്കിയെടുക്കാൻ നേരത്ത് നമുക്ക് ബാക്കി വരുന്ന വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നന്നായിട്ട് ഒഴിച്ചും കൊടുക്കാം. ബാക്കി വരുന്ന വെള്ളം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കി വെള്ളം, കുറച്ചുകൂടി വെള്ളമുള്ളത് ഇതിൻ്റെ മുകളിലത്തെ വേരുകളിലൊക്കെ നന്നായിട്ട് ഒഴിച്ചും കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചെടി എടുത്ത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി, ഫെർട്ടിലൈസറിൽ നിന്ന് മാറ്റി അതിൻ്റെ പോട്ടിലേക്ക് വെക്കാവുന്നതാണ്. അതിനകത്ത് വെള്ളം മുഴുവൻ ഊർന്നു പോയതിനു ശേഷം വേണം നമ്മൾ പോട്ടിൽ വെക്കാൻ. ഇങ്ങനെ നമുക്ക് മാസത്തിലൊന്നോ അല്ലെ 2 മാസം കൂടുമ്പോൾ ഒന്നോ ചെയ്യാവുന്നതാണ്. വെള്ളം ഒഴിക്കുന്നത് ഓർക്കിഡിന് നമ്മൾ എപ്പോഴും ആഴ്ചയിൽ 2 ദിവസം, വിൻ്ററിലാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം വെള്ളം നനയ്ക്കേണ്ടതാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. മാസത്തിലൊന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ലിക്വിഡ് ഫെർട്ടിലൈസറും ഓർക്കിഡിന് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ ഫ്ലവറിങ് നിലവിൽ വരുള്ളൂ. ഇത് ഓർക്കിഡിൻ്റെ ഒരു ജനറൽ ഹെൽത്തിനാണ് നമ്മൾ ഈ രീതിയിലുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്. ഞാൻ ഓർക്കിഡിന് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഇതാണ്, ഓർക്കിഡ് ഫുഡ്. ബേബി ബയോയുടെ ഓർക്കിഡ് ഫുഡാണ് ഞാൻ ഫെർട്ടിലൈസറായിട്ട് ഓർക്കിഡിന് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ 2 മാസത്തിൽ ഒന്നൊക്കെയാണ്. ഇതിനകത്ത് ഒത്തിരിയേറെ നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. ഫ്ലവറിങ്ങിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു ബേബി ബയോ ഓർക്കിഡ് ഫുഡിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അല്ല, ആഴ്ചയിൽ 1 ദിവസം റെഗുലറായിട്ട് ഓർക്കിഡിന് വെള്ളമൊഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഓർക്കിഡിൻ്റെ മിക്സ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്പെടുമെന്നും കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.